ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് RODTEP സ്കീം, ചാങ്കെ 6, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് കെനിയ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ RODTEP സ്കീമിനെ കുറിച്ചാണ്. സോ ഈ RODTEP സ്കീം അല്ലെങ്കിൽ റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രൊഡക്റ്റ് സ്കീം എന്ന് പറയുന്നത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15-നകത്ത് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഈ എക്സ്പോർട്ടേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ FIEO എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ RODTEP സ്കീമിൻ്റെ ഔട്ട്ലേയുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിമാൻഡ്സ് ഉന്നയിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ RODTEP അല്ലെങ്കിൽ റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സ് സ്കീം എന്ന് പറയുന്നത് 2021 ജനുവരി 1 ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഒരു എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമാണ്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ നേരത്തെ ഇന്ത്യയിലും ഇത്തരത്തിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് പോളിസിയായിട്ട് ബന്ധപ്പെട്ട് 2015 തൊട്ട് 20 വരെ മറ്റൊരു സ്കീം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് MEIS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം എന്ന് പറയുന്നൊരു സ്കീം ഉണ്ടായിരുന്നു. ഈ സ്കീം 2020 ആകുമ്പോഴേക്കും അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈ പറയുന്ന MEIS സ്കീമിൻ്റെ ഈ MEIS സ്കീമിൻ്റെ ഭാഗമായിട്ട് എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ചില സബ്സിഡീസ് ബേസിക്കലി WTO റെഗുലേഷൻസിൻ്റെ വയലേഷനാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ MEIS സ്കീമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ RODTEP സ്കീം ഗവൺമെൻറ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സാധന സാമഗ്രികൾക്ക് അവർ ഇന്ത്യയിൽ പേ ചെയ്യേണ്ടി വരുന്ന കുറേ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്കീമാണ് RODTEP സ്കീം എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടഡ് പ്രൊഡക്ട്സിൻ്റെ ചിലവ്, എക്സ്പോർട്ടിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രൊഡക്ട്സിൻ്റെ വില പരമാവധി കുറക്കുക, അതുവഴി ഫോറിൻ മാർക്കറ്റുകളിൽ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഈ പ്രൊഡക്റ്റുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോറിൻ മാർക്കറ്റുകളിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്തുകൊണ്ട്, വിലയിലൊക്കെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് കുറഞ്ഞ വിലക്ക് ഈ സാധനങ്ങൾ വിൽക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രൊഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ എക്സ്പോർട്ടേഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി വരുന്ന ചിലവ് കുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പോർട്ടിൻ്റെ സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന കുറേ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. ഇത് ഗവൺമെൻറ് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇവരുടെ ഈ കോസ്റ്റ് കുറയാണ്, ഈ സാധനത്തിൻ്റെ വില അതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ വിലയ്ക്ക് ഇവർക്ക് വിൽക്കാൻ പറ്റും, അതിലൂടെ അവർക്ക് ലാഭം കണ്ടെത്താൻ പറ്റും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കീമാണ് ഈ RODTEP സ്കീമെന്ന് മനസ്സിലാക്കുക. ഈ RODTEP സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു RODTEP കമ്മിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂവിനകത്ത്, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഇതിനകത്തുള്ള റൈറ്റ്സിൻ്റെ ഒക്കെ സീലിംഗ് പറയാം, വേരിയസ് എക്സ്പോർട്ട് സെക്ടേഴ്സ്, ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് എക്സ്പോർട്ട് സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് റേറ്റിൻ്റെ സീലിംഗ്, ഇവർക്കുള്ള റീഫണ്ടിൻ്റെ സീലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാതെ റെക്കമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ RODTEP കമ്മിറ്റിയാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ചൈനയുടെ ലൂണാർ മിഷനായിട്ടുള്ള ചാങ്കെ 6നെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കകത്ത് കഴിഞ്ഞൊരു 1-2 മാസങ്ങൾക്കകത്ത് ഒന്നിലധികം തവണ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാങ്കെ 6 എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ബേസിക്കലി ചൈനയുടെ ഒരു ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനാണ്. അതായത് മൂണിൽ നിന്ന് റോക്സും മറ്റുള്ള ഡെബ്രീസൊക്കെ സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. അപ്പോൾ ആ മിഷൻ ഇന്നലെ അവർ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഒരുപാട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ആക്ച്വലി ഈ ഒരു ചാങ്കെ മിഷൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചൊക്കെ അവരൊരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ചൈനയുടെ ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനാണെന്ന് മനസ്സിലാക്കുക. അതായത് മൂണിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. ഇപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു യുണീക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ മൂണിൻ്റെ ഫാർ സൈഡിൽ നിന്ന്, അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുന്ന ചന്ദ്രൻ്റെ ഉപരിതലം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമാണ്. അത് ഭൂമിയുടെ അതേ സ്പീഡിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരുമിച്ച് ഭൂമിനെ സർക്കംവെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഈ ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, മറ്റേ സൈഡ് നമ്മുടെ എർത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഫാർ സൈഡ് ഓഫ് ദി മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാർ സൈഡ് ഓഫ് ദി മൂണിൽ നിന്ന് ലോകത്തിൽ ആദ്യമായിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടുള്ള ലോകത്തിലെ വെരി ഫസ്റ്റ് മിഷനാണ് ഈ ചാങ്കെ 6 എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ഫാർ സൈഡ് ഓഫ് ദി മൂണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റി, ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ എത്തിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യവും ചൈന മാത്രമാണ്. കാരണം ഇവരുടെ ചാങ്കെ 4 എന്ന് പറയുന്ന മറ്റൊരു ലൂണാർ മിഷനാണ് ഈ മൂണിൻ്റെ ഫാർ സൈഡിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ 2024 ഈ ഒരു ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ചന്ദ്രൻ്റെ ഫാർ സൈഡിനകത്ത് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ചൈനയാണ്. അവരുടെ ചാങ്കെ 4 അവർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചാങ്കെ 6 അവർ അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചൈന ഇത്തരത്തിൽ മൂണിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. 2020 ഇവരുടെ ചാങ്കെ 5 എന്ന് പറയുന്ന മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന മൂണിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഭാഗത്ത് നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാങ്കെ എന്നുള്ളൊരു പേര്, ഇവരുടെ ലൂണാർ മിഷൻസിനൊക്കെ ഈ ഒരു പേര് വരാനുള്ള കാരണം ചൈനീസ് കൾച്ചറിനകത്ത് അവരുടെ ലൂണാർ ഗോഡസിൻ്റെ പേരാണ്, അതായത് അവരുടെ മൂണിൻ്റെ ദേവതയുടെ പേരാണ് ഈ ചാങ്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ചാങ്കെ എന്നുള്ള പേരിൽ അവർ ഈ ഒരു മിഷൻ വിളിക്കാനുള്ള കാരണം. ഇനി ഈ പറയുന്ന ഈ ഒരു മിഷൻ നമ്മുടെ മൂണിൻ്റെ ഫാർ സൈഡിനകത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മൂണിൻ്റെ ഫാർ സൈഡിൻ്റെ നോർത്ത് ഈസ്റ്റേൺ എഡ്ജിലായിട്ട് കിടക്കുന്ന, മൂണിൻ്റെ ഫാർ സൈഡിൽ കിടക്കുന്ന ഒരു സൗത്ത് പോൾ 8 ക്യാൻ ബേസിൻ എന്ന് പറയുന്ന ഒരു ബേസിൻ ഉണ്ട്. അവിടെയാണ് ഈ അപ്പോളോ ക്രേറ്റർ ഒക്കെ ഉള്ളത്. സോ അതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ എഡ്ജിലാണ് ഇത് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സൗത്ത് പോൾ 8 ക്യാൻ ബേസിൻ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന, സോളാർ സിസ്റ്റത്തിനകത്ത് ഏറ്റവും പഴക്കം ചെന്ന ഇമ്പാക്റ്റ് ക്രേറ്ററുകളിൽ ഒന്നുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൂണാർ എക്സ്പ്ലോറേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈ ലൂണാർ എക്സ്പ്ലോറേഷൻ നടത്തുന്ന ആൾക്കാരെ വിളിക്കാറുള്ളത് ദ ഗോൾഡൻ ബെൽറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് ഇത് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ചാങ്കെ 6 മിഷനകത്ത് അവർ ഈ മൂണിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് റിട്ടേൺ ചെയ്യുക മാത്രമല്ല, അവർ മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് മറ്റ് ചില രാജ്യങ്ങളുടെ പേലോഡ്സും ഇതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ, പാകിസ്ഥാൻ, റഷ്യ, സ്വിറ്റ്സർലാൻഡ്, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളുടെയൊക്കെ പേലോഡ്സും ഇതിൻ്റെ കൂടെ അവർ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇപ്പോൾ നമ്മുടെ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് സാമ്പിൾസ് റിട്ടേൺ ചെയ്തിട്ടുള്ള 3 രാജ്യങ്ങൾ ഇപ്പോൾ ലോകത്തുള്ളൂ. 1 US-ഉം, 2 സോവിയറ്റ് യൂണിയനും, 3 ഇപ്പോൾ ഈ പറയുന്ന ചൈനയുമാണ്. അപ്പോൾ കഴിഞ്ഞൊരു 40 വർഷത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു നിയർലി 40 ഇയേഴ്സിനകത്ത് ലൂണാറിൽ നിന്ന് സാമ്പിൾ റിട്ടേൺ ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ചൈനയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ICCയെ കുറിച്ചാണ്. ഓക്കെ, സോ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് റഷ്യയുടെ പഴയ ഡിഫൻസ് മിനിസ്റ്ററിനും അതുപോലെ തന്നെ റഷ്യയിലെ ഒരു ജനറലിനും എഗെയിൻസ്റ്റ് ആയിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വേൾഡ് പേജിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത് 1998 വന്നിട്ടുള്ള റോം സ്റ്റാച്യു ഓഫ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നൊരു അന്താരാഷ്ട്ര ഉടമ്പടിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റോം സ്റ്റാച്യു എന്ന് ചുരുക്കി പറയും. ഈ റോം സ്റ്റാച്യുവിൻ്റെ അടിസ്ഥാനത്തിൽ 2002 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കോടതിയാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പറയുന്ന ഗ്രേവസ്റ്റ് ആയിട്ടുള്ള ക്രൈംസ് ഉണ്ടാകും. ഇപ്പോൾ ജനസൈഡ്, അതായത് കൂട്ടക്കൊലകൾ, വാർ ക്രൈംസ്, ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, ക്രൈംസ് ഓഫ് അഗ്രഷൻ ഒക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്കെതിരായിട്ട് അന്വേഷണം നടത്താനും അവരെ ശിക്ഷിക്കാനും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കോടതിയാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് UN-ൻ്റെ കീഴിലുള്ള കോടതിയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് ഇത്തരത്തിൽ വ്യക്തികളെ ശിക്ഷിക്കാനുള്ള അധികാരമല്ല. അവർക്ക് മെമ്പർ സ്റ്റേറ്റ്സിനോട് ആവശ്യപ്പെടാം ഇയാളെ പണിഷ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കണം. അതല്ലാതെ ഇത്തരത്തിൽ ആൾക്കാരെ പണിഷ് ചെയ്യാനുള്ള അധികാരം UN-നില്ല. പക്ഷേ ICCക്ക് അതുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നെതർലാൻഡ്സിലെ ഹേഗിലാണ്. അപ്പോൾ നമ്മൾ ഈ അന്താരാഷ്ട്ര കോടതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട 3 കോടതികൾ, ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, UN-ൻ്റെ കീഴിലുള്ള ICJ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന് പറയുന്ന മറ്റൊരു കോടതിയുണ്ട്. ഈ 3 കോടതികളുടെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹേഗാണ്. സോ ICCയുടെയും ലൊക്കേഷൻ ഹേഗാണ്. സോ നിലവിലെ അവസ്ഥയിൽ 123 രാജ്യങ്ങളാണ് ഈ റോം സ്റ്റാച്യുവിനകത്ത് സ്റ്റേറ്റ് പാർട്ടീസ് ആയിട്ടുള്ളത്. പക്ഷേ അതേസമയം ലോകത്തിലെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ ഈ റോം സ്റ്റാച്യുവിനകത്ത് സിഗ്നേറ്ററീസ് അല്ല, അല്ലെങ്കിൽ അത് റാറ്റിഫൈ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ US, ചൈന, റഷ്യ, ഇന്ത്യ ഒന്നും ഇതിനകത്ത് സ്റ്റേറ്റ് പാർട്ടീസ് അല്ല എന്നറിഞ്ഞിരിക്കുക. ഇനി
ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ സ്റ്റേറ്റ് പാർട്ടീസ്, ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റുകളുടെ വളണ്ടറി കോൺട്രിബ്യൂഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, വ്യക്തികൾ, കോർപ്പറേഷൻസ്, മറ്റുള്ള എൻറ്റിറ്റീസ് ഒക്കെ കൊടുക്കുന്ന വളണ്ടറി കോൺട്രിബ്യൂഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ഇവരുടെ ഫിനാൻഷ്യൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 18 ജഡ്ജിമാരാണുള്ളത്. ഈ 18 ജഡ്ജിമാർ ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് ഒരു 9 വർഷത്തെ ടെന്യൂറിന്, നോൺ റിന്യൂവബിൾ ടെന്യൂറിന് ഇലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന 18 ജഡ്ജിമാരിൽ 3 ജഡ്ജിമാർ ചേരുന്നതാണ് ICCയുടെ പ്രസിഡൻസി എന്നറിയപ്പെടുന്നത്. അതായത് ഒരു പ്രസിഡന്റും 2 വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാവും. അപ്പോൾ ഈ 18 ജഡ്ജിമാരിൽ നിന്ന് ഒരാളെ പ്രസിഡന്റായിട്ടും മറ്റ് 2 പേരെ വൈസ് പ്രസിഡന്റുമാരായിട്ടും ഇലക്ട് ചെയ്യാണ് ചെയ്യുക. ബേസിക്കലി ലോകത്തിന്റെ മുന്നിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പ്രസിഡൻസി ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ICC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓഫീസറാണ് ഓഫീസ് ഓഫ് ദി പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OTP എന്ന് പറയും. സോ ഈ ഓഫീസ് ഓഫ് ദി പ്രോസിക്യൂട്ടറിന്റെ പർപ്പസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ പറയുന്ന ICCയുടെ മാൻഡേറ്റിന്റെ പരിധിപ്പെടുന്ന അല്ലെങ്കിൽ ICCയുടെ അധികാര പരിധിപ്പെടുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഫറൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഇതൊക്കെ കൈപ്പറ്റുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്കെതിരായിട്ട് അറസ്റ്റ് വാറണ്ട് പോലുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓഫീസ് ഓഫ് ദി പ്രോസിക്യൂട്ടറുടെ ജോലി എന്ന് പറയുന്നത്. ഇനി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇടപെടാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള കേസുകളിൽ ഇടപെടാൻ പറ്റില്ല. പകരം ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ബേസിക് ഡോക്യുമെന്റ് ആയിട്ടുള്ള റോം സ്റ്റാച്യുവിനകത്ത് അംഗരാജ്യമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അധികാര പരിധിപ്പെടുന്ന വ്യക്തികൾ ചെയ്തിട്ടുള്ള ക്രൈമുകളിൽ അവർക്ക് ഇടപെടാം. അതുപോലെ തന്നെ ഈ രാജ്യത്തിനെതിരായിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രൈമുകളിലും ഇടപെടാം. ഉദാഹരണത്തിന് ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കേസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ ഒക്കെ കേസിലുള്ള കേസ് അതാണ്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ്റെ ഒക്കെ കേസിൽ പാലസ്തീൻ ICCയിലെ ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്, ഇസ്രായേൽ അല്ല. പക്ഷേ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്ന അട്രോസിറ്റീസിന്റെ പേരിൽ ഇസ്രായേലി ഒഫീഷ്യൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്ക് നടപടി എടുക്കാം. കാരണം ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഈ റോം സ്റ്റാച്യൂവിൽ അംഗമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ക്രൈംസിൽ മാത്രമേ ഇവർക്ക് ഇടപെടാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവർ ഈ ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അവരുടെ സ്വന്തം രാജ്യം നടപടി എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നടപടി എടുക്കാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇവർ അവർക്കെതിരായിട്ട് നടപടി എടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് 2002 ഈ സ്റ്റാച്യു നിലവിൽ വന്നതിന് ശേഷം വന്നിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ കേസിൽ മാത്രമേ ഇടപെടാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക. ഇവർ ഇനി ഈ ICCയും UN തമ്മിലുള്ള ഒരു ബന്ധം നോക്കിക്കഴിഞ്ഞാൽ ICC UN ഒരു ഭാഗമല്ല, പക്ഷേ UN ഒരു കോപ്പറേഷൻ എഗ്രിമെന്റ് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ചാണ്. അപ്പോൾ ലീഡർ ഓഫ് ഒപ്പോസിഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ 18ാമത്തെ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിനെ ലീഡർ ഓഫ് ഒപ്പോസിഷനായിട്ട് തീരുമാനിച്ചതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കഴിഞ്ഞ 2 ലോക്സഭകളിൽ, അത് 16ാമത്തെയും 17ാമത്തെയും ലോക്സഭകളിൽ നമുക്കൊരു ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരു ലീഡർ ഓഫ് ഒപ്പോസിഷൻ വരുന്നത്. അപ്പോൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോക്സഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ലീഡർ ഓഫ് ഒപ്പോസിഷനുള്ള ക്വാളിഫിക്കേഷൻ സിമ്പിളാണ്. ഈ ലോക്സഭയിലെയും രാജ്യസഭയിലെയും 10% അതിൽ കൂടുതലോ സീറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവാണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആവണമെങ്കിൽ ആ സഭയിലെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടി ആയിരിക്കണം. 2, ആ ഒപ്പോസിഷൻ പാർട്ടിക്ക് ആ സഭയിലെ മൊത്തം സീറ്റുകളിൽ 10% കൂടുതൽ സീറ്റ് വേണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യവും ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടി ആയിരുന്ന കോൺഗ്രസിന് അത്രയും സീറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് നമുക്ക് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലാതിരുന്നത്. ഇനി ലീഡർ ഓഫ് ഒപ്പോസിഷൻ്റെ പൊസിഷനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്സിനകത്തൊക്കെയാണ്. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇത്തരത്തിലൊരു പദവിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇതിന് തുടക്ക കാലഘട്ടത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 1977 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ദ സാലറി ആൻഡ് അലവൻസസ് ഓഫ് ലീഡേഴ്സ് ഓഫ് ഒപ്പോസിഷൻ ആക്ട് അനുസരിച്ച് ലീഡേഴ്സ് ഓഫ് ഒപ്പോസിഷൻ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് അവർ നിയമപരമായിട്ട് ആ ഒരു പൊസിഷനെ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1969 വരെ ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളിലും ലീഡേഴ്സ് ഓഫ് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും അതിന് മാത്രം സീറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലീഡേഴ്സ് ഓഫ് ഒപ്പോസിഷനായിട്ട് മാറുന്നത് ഒന്ന്
1969 കോൺഗ്രസ് പാർട്ടിക്കകത്തൊരു സ്പ്ലിറ്റ് വന്ന് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ആർ എന്നും കോൺഗ്രസ് ഒ എന്നും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഈ കോൺഗ്രസ് ഒയുടെ നേതാക്കളായിരുന്ന റാം സുഭാഗ് സിംഗ് ആണ് നമ്മുടെ ലോക്സഭയുടെ ആദ്യത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആയിട്ട് മാറുന്നത്. ഇനി രാജ്യസഭയുടെ കേസിലാണെങ്കിൽ അതേ കോൺഗ്രസ് ഒയുടെ നേതാവായിരുന്ന ശ്യാം നന്ദൻ പ്രസാദ് മിശ്രയാണ് രാജ്യസഭയിലെ ആദ്യത്തെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഈ SCOനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഈ വർഷത്തെ 2024 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റ് നടക്കാൻ പോകുന്നത് അസ്താനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കസാഖ് പ്രസിഡന്റുമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഷാങ്ഹായ് പാക്ട് എന്ന് പറയുന്നത് യൂറേഷ്യൻ റീജിയനിലുള്ള രാജ്യങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി അലയൻസ് ആണെന്ന് മനസ്സിലാക്കുക. ചൈനയുടെ തലസ്ഥാനമായിട്ടുള്ള ബീജിങ്ങിലാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ തലസ്ഥാനം വരുന്നത്. സോ ഇത് 2001 ഷാങ്ഹായ് 5 എന്നറിയപ്പെട്ടിരുന്ന ചില രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ചൈന, അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 6 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇതിനകത്തുള്ള 5 രാജ്യങ്ങൾ ചേർന്നിട്ട് ഷാങ്ഹായ് 5 എന്ന് പറയുന്നൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് വളർന്ന് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനായിട്ട് മാറുന്നത്. ഇനി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഒരു ഫൗണ്ടിങ് ട്രീറ്റി എന്ന് പറയുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ചാർട്ടറാണ്, അല്ലെങ്കിൽ SCO ചാർട്ടറാണ്. അത് 2002 സൈൻ ചെയ്യപ്പെടുന്നത്. 2003 അത് നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനകത്തുള്ള ഫൗണ്ടിങ് മെമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ഒഴികെയുള്ള ബാക്കിയുള്ള ഫൗണ്ടിങ് മെമ്പേഴ്സ് എല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാങ്ഹായ് 5 എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അത് 96 തൊട്ട് 2001 വരെ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത് വരെ ഈ ഷാങ്ഹായ് 5 ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലേക്കുള്ള മെമ്പർഷിപ്പ് പിന്നീട് വർദ്ധിക്കുന്നത് 2017 2017 നടന്നിട്ടുണ്ടായിരുന്ന അസ്താന സമ്മിറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഫുൾ മെമ്പേഴ്സായിട്ട് മാറി. അതോടുകൂടി ഇതിനകത്തുള്ള അംഗസംഖ്യ 8 മാറുന്നുണ്ട്. ഇനി കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു വെർച്വൽ സമ്മിറ്റ് ഉണ്ടായിരുന്നു. അതിലാണ് ഇറാൻ ഈ SCOയിൽ അംഗരാജ്യമായിട്ട് മാറുന്നത്. അതോടുകൂടി SCOയുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ 9 മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നിലവിൽ അഫ്ഗാനിസ്ഥാൻ, ബെലാറസ്, മംഗോളിയ എന്നീ 3 രാജ്യങ്ങൾ SCOയുടെ ഭാഗമാണ്. ഇനി SCOയുടെ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയായിട്ട് അറിയപ്പെടുന്നത് ദ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ മീറ്റിംഗ് എല്ലാ വർഷവും നടക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ SCO സമ്മിറ്റ് എന്ന് നോർമലി വിളിക്കാറുള്ളത്. ഇനി ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ സാധാരണഗതിയിൽ ഒരു അലയൻസ് ഓഫ് ദി ഈസ്റ്റ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. കാരണം ഏഷ്യ പസഫിക് റീജിയനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇനീഷ്യലി യൂറേഷ്യയിലായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ലാർജ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ പസഫിക് റീജിയനിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടന ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, ഈസ്റ്റിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അതുപോലെ തന്നെ പോപ്പുലേഷൻ വൈസും ഏരിയ വൈസും നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ റീജിയണൽ ഓർഗനൈസേഷനാണ് SCO എന്ന് പറയുന്നത്. നമ്മുടെ യൂറേഷ്യ എന്ന് പറയുന്ന റീജിയൻ്റെ ഏകദേശം 3/5 ഈ ഷാങ്ഹായ് കോപ്പറേഷൻ രാജ്യങ്ങളുടെ ലാൻഡ് ഏരിയയാണ്. ഏകദേശം ലോകത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 50% ഈ 9 രാജ്യങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇനി SCOയുടെ കീഴിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സിൽ ഒന്നാണ് റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ, അല്ലെങ്കിൽ റാറ്റ്സ് എന്ന് പറയുന്നത്. 2004 SCO അംഗരാജ്യങ്ങൾ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരസ്പരം സഹകരിക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിലാണ് ഈ റാറ്റ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇനി SCOയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവാണ് പീസ് മിഷൻ എന്നുള്ള പേരിൽ SCO അംഗരാജ്യങ്ങൾക്കിടയിൽ എല്ലാ വർഷവും ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് നടക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ SCOയുടെ ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജസ് ആയിട്ടുള്ളത് ചൈനീസും റഷ്യനുമാണ്. 2023 സമ്മിറ്റ് വെർച്വലി ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് കെനിയയാണ്. സോ കെനിയ, അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് കെനിയ എന്ന് പറയുന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ കെനിയയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം കെനിയയുടെ തലസ്ഥാന നഗരിയിൽ ഈ കെനിയൻ പാർലമെൻറ്റിനൊക്കെ എതിരായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളൊക്കെ നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കെനിയനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ കെനിയയുടെ ക്യാപിറ്റലും അവരുടെ ലാർജസ്റ്റ് സിറ്റിയും എന്ന് പറയുന്നത് നെയ്റോബിയാണ്. നെയ്റോബി എന്ന് പറയുന്നത് ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏതെങ്കിലും ഒരു ഓർഗൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്
ഗ്ലോബൽ സൗത്തിൽ ഒരേ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ഈ നെയ്റോബിയിലാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നെയ്റോബിയിലാണ്. അതുപോലെ തന്നെ ഈ കെനിയയുടെ ഏറ്റവും പഴക്കം ചെന്നതും സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയുമായിട്ടുള്ളത് അവരുടെ പോർട്ട് സിറ്റി ആയിട്ടുള്ള മോംബാസ എന്ന് പറയുന്ന സിറ്റിയാണ്. അത് ഈ മോംബാസ എന്ന് പറയുന്നത് ഇവരുടെ ഇന്ത്യൻ ഓഷനുമായിട്ട് കെനിയ അതിർത്തി പങ്കിടുന്ന മേഖലയിലുള്ള മോംബാസ ഐലൻഡിലാണ് ഈ മോംബാസ സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.